ഹൈന്ദവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയില്ല എന്നാണ് എൻ്റെ പക്ഷം. 700 ശ്ലോകങ്ങളടങ്ങുന്ന ഈ 700 ശ്ലോകങ്ങളും മഹാമന്ത്രങ്ങളാണ്. ദേവി മഹാത്മ്യത്തിൽ ഏറ്റവും കൂടുതൽ ബീജാക്ഷരങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്ന ഒരേ ഒരു കൃതി ദേവി മഹാത്മ്യമാണ്. ഈ ബീജാക്ഷരങ്ങളാണോ മന്ത്രങ്ങൾക്ക് ശക്തി പകരുന്നത്? അതെ, ബീജാക്ഷരങ്ങളാണ് മന്ത്രങ്ങൾ. 8 കരങ്ങളോടുകൂടിയാണല്ലോ ദേവേന്ദ്രാദികളായ ദേവന്മാരുടെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും അമ്മയ്ക്ക് 18 കൈകളാണ്. അത് ആദിപരാശക്തിയാണ്. ഈ 14 ലോകത്തെയും നിയന്ത്രിക്കുന്നത് നാമാണ്. നമ്മുടെ അനന്തമായ ശക്തി വൈഭവം കൊണ്ടാണ് ത്രിമൂർത്തികൾ പോലും അവരുടെ ഭരണം നിർവഹിക്കുന്നത്. അത് നിങ്ങൾ അറിയണം. എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങൾക്ക് പരാജയമാണ് അമ്മേ. മഹാദേവൻ വിചാരിച്ചിട്ടോ വിഷ്ണു ഭഗവാൻ വിചാരിച്ചിട്ടോ ബ്രഹ്മാവ് വിചാരിച്ചിട്ടോ ഞങ്ങൾക്ക് വിജയം നേടാൻ കഴിയാത്തൊരു വിഷാദഗ്രസ്തരായി ഭൂമിയിലും പാതാളത്തിലുമായി ദേവന്മാർ ഒളിച്ചോടി നിബിഡ വനങ്ങളിൽ താമസിച്ചു. എത്ര 10,000 വർഷം. ദേവന്മാർ സുഖിയന്മാരാണെന്ന പുരാണങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരൊരിക്കലും തപസ് ചെയ്തിരുന്നില്ല.